എന്ത് കഷ്ട. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അതേക്കുറിച്ച് നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. നിനക്ക് വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഞാൻ വലിയ സന്തോഷത്തിലാ. ഉള്ളിലെപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്ക. ഞാൻ പിറന്ന ചോരയെക്കുറിച്ച് എപ്പോഴും മുത്തശ്ശി അപമാനിച്ച് സംസാരിക്കാറില്ലേ? പക്ഷേ അതേ ചോര കൊണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. എന്നെ അറിയില്ലെങ്കിലും ആ അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടും. അച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കണേ, ആ അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന്. എത്രയും പെട്ടെന്ന് ആ അമ്മ കണ്ണു തുറക്കണേന്ന്. ഈശ്വര. ശ്യാമേ, ശ്യാമേ. എന്റെ ദൈവമേ. ശ്യാമ, ശ്യാമ ഹോസ്പിറ്റലാണ്. മാഡം ഇവിടെ വരുമ്പോ കണ്ടീഷൻസ് കുറച്ച് മോശമായിരുന്നു. ആർ യു ഓക്കേ നൗ? കുഴപ്പമില്ല. ശ്യാമേ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. വിവരം അറിയിക്കാൻ വേണ്ടി ഐശ്വര്യയും മാലിനെയും വിളിച്ചിട്ടൊട്ട് കിട്ടിയതുമില്ല. ഡോക്ടർ, ഞാനിവിടെ കിടക്കേണ്ടി വരുമോ? ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ല. തലയിലെ മുറിവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാളെ നമുക്കൊന്ന് നോക്കാം. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഡിസ്ചാർജിനെ കുറിച്ച് ചിന്തിക്കാം. ബ്ലഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മിറക്കിൾ. മേഡത്തിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് മേഡത്തിന് ബ്ലഡ് തന്നത്. അതും മേഡത്തിന്റെ അതേ ചായയുള്ള ഒരു കുട്ടി. ശ്യാമേ, റിലാക്സ്. ഡോക്ടർ കിടക്ക. 1 മിനിറ്റ്. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാം. ശ്യാമേ, കിടക്ക. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അതെ ശ്യാമേ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന കുട്ടി തന്നെ ഇവിടെ വന്നത്. ആ കുട്ടിയുടെ രക്തം ഇപ്പൊ നിന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. എന്റെ കൃഷ്ണ, എനിക്ക് ഉറപ്പായി അതെന്റെ മോള് തന്നെയാ. എത്ര ദൂരെ ആയാലും രക്തത്തെ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് അവളുടെ രക്തം എനിക്ക് പകർന്നു തന്ന അവസ്ഥയിൽ പോലും എനിക്ക് അവളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. വിഷമിക്കല്ലേ, നമ്മുടെ മുന്നിൽ ഇപ്പൊ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗോ? ആ കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് സിനിമാ നടി നമ്മുടെ വിനയപ്രസാദ് മാഡം ഇല്ലേ, അവരുടെ കൂടെയാ. വിനയപ്രസാദിന്റെ അനുജത്തി ആ കുട്ടിയെന്നാ പറഞ്ഞ. എന്നിട്ട് ചേച്ചി വിനയപ്രസാദിനെ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല ശ്യാമേ, ഞാൻ ശ്യാമയുടെ കാര്യത്തിൽ ടെൻഷനിലായിരുന്നു. ശ്യാമയ്ക്ക് വിനയപ്രസാദ് മാഡത്തെ പരിചയമുണ്ടോ? 1-2 ഫംഗ്ഷൻ വെച്ച് ഞാൻ വിനയപ്രസാദ് മാഡത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ശ്യാമ വിളിച്ചാ മതി. നമ്മള് മോളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ശ്യാമേ. ചേച്ചി, എത്രയും പെട്ടെന്ന് വിനയ മാഡത്തിന്റെ നമ്പർ സംഘടിപ്പിക്കണം. ഞാൻ സംസാരിച്ചോളാം. അല്ല, ഈ വിനയ മാഡത്തിന്റെ അനുജത്തിന്നല്ലേ പറഞ്ഞേ? എങ്ങനെയുള്ള ബന്ധമാണെന്ന് നമുക്കറിയില്ലല്ലോ ശ്യാമേ. നമുക്ക് നോക്കാം. താനൊന്ന് സമാധാനിക്ക്. ഞാൻ ഇപ്പൊ തന്നെ നമ്പർ സംഘടിപ്പിക്കാം. ഭഗവാനെ,
അത് തന്നെ ആയിരിക്കണേ എൻ്റെ മോള്. എനിക്ക് എൻ്റെ മോളെ തന്നേക്കണേ. ഹലോ. പ്രിയങ്ക, ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. എന്താ ശരത്തെ? ഒരു പ്രോജക്റ്റ് ആണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ഹരിശങ്കറിന്റെ പടത്തില്. സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെയാണ്, ഹരീന്ദ്ര സാറിന്റെ ഡേറ്റും ഓക്കെ. പക്ഷേ പെട്ടെന്ന് പ്രൊഡ്യൂസർക്ക് ഒരു ചേഞ്ച് വന്നു. ഇമ്മീഡിയറ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പടം നമുക്ക് വരുണിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കണ്ടീഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറോയിനായിട്ട് പ്രിയങ്ക ആയിരിക്കണം. ശരത്ത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. എടോ, പണം കൊട്ടയിലാക്കി ഹരിശങ്കറിന് പിന്നാലെ നടന്നാൽ പോലും അടുത്ത 5 വർഷത്തേക്ക് ഡേറ്റ് കിട്ടില്ല. എടോ, ഇതുപോലെ ലക്കാണ്. വരുൺ ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇല്ല തനിക്കും. ശരത്ത് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വരുൺ ഒരു താല്പര്യം കാണിച്ചു തുടങ്ങിയാലല്ലേ എനിക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റൂ. താനിത് എന്തൊക്കെയായി പറയുന്നേ? വരുണെ കൊണ്ട് താനിത് സമ്മതിപ്പിക്കണം. ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ അവരെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റും. സത്യം പറ, തനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഒന്നും കാണാതല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇവിടെ കാര്യങ്ങൾ അത്രയ്ക്കൊന്നും എളുപ്പമല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പതുക്കെ പതുക്കെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം. അങ്ങനെ വരുണിനെ വരിഞ്ഞു മുറുക്കിയേ പറ്റൂ. ഒരു കാര്യം ഞാൻ പറയാം. ഈ പ്ലാനിംഗ് ഒക്കെ പറഞ്ഞിട്ട് കാലം കടന്നുപോയാലേ പിന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതാ ഉണ്ടാവില്ല. മുത്തശ്ശി, മുത്തശ്ശി, ഇവിടെ വന്ന് കേറിയിരിക്കുന്നവളുടെ തനി സ്വഭാവം എന്താന്ന് മുത്തശ്ശിക്ക് അറിയണ്ടേ? അവളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ. എന്നാലേ മുത്തശ്ശിക്ക് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം അവൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താന്ന്. നീ ആരുടെ കാര്യ ഈ പറയുന്നേ? പ്രിയങ്കയുടെ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഈ കുടുംബത്തിന്റെ അടിവേര് തോണ്ടാൻ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ ഇല്ലാ കഥ പറയരുത്. ഇല്ല കഥയൊന്നും അല്ല മുത്തശ്ശി. മുത്തശ്ശി എന്നോട് വന്നേ. വാ മുത്തശ്ശി. എന്റെ ശരത്തെ, ഇവിടുത്തെ ആഭരണപ്പെട്ടിയിലിരിക്കുന്ന ആഭരണങ്ങൾ മാത്രം എത്ര മാത്രം ഉണ്ടെന്നറിയോ? അപ്പൊ പിന്നെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ കാര്യമെല്ലാം പറയണോ? നിർബന്ധം പിടിച്ച് ഇപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയാ ഈ സ്വർണമാലയുടെ ഒരു അരികു പോലും എനിക്ക് കിട്ടില്ല. പക്ഷെ എല്ലാവരെയും പാട്ടിലാക്കി വരുണിനെ എന്റെ കാൽക്കീഴിലാക്കിയ സിനിമ നടിയാവാനുള്ള മോഹം മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രി തന്നെ ഞാൻ ഭരിക്കും. പ്രിയങ്ക, താനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരാളോട് സെന്റിമെന്റ്സ് കാണിക്കണ്ട. നമുക്ക് ജയിക്കണം. നമുക്കെല്ലാം പിടിച്ചടക്കണം. ഞാൻ പിടിച്ചടക്കിയിരിക്കും. ഈ കുടുംബം ഞാൻ പിടിച്ചടക്കിയിരിക്കും. പിടിച്ചടക്കുക എന്ന് പറഞ്ഞാലേ സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും പിടിച്ചടക്കുക എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നീന,
ഇത്രയും അന്തസ്സുള്ള ഒരു തറവാട്ടിലേക്ക് വന്ന് കയറിയത് എത്രയോ ജന്മത്തിന്റെ പുണ്യമോ. ഈ സ്നേഹിച്ചു കൊല്ലാന്നൊക്കെ പറയില്ലേ, അതുപോലെയാ ഇവിടെയുള്ളവരുടെ തീരുമാനവും. വരുണിന്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ അവരൊക്കെ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് അതിശയിപ്പിക്കും. ആ പിന്നെ നീന, വരുണിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, വരുണിന്റെ മുത്തശ്ശി. മുത്തശ്ശിയെ കുറിച്ച് എന്താ പറയാ, ഒരു ദേവതയെ പോലെ. ഞാനും വരുണും തമ്മിൽ സംസാരിച്ചപ്പോഴൊക്കെ വരുൺ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശിയെ കുറിച്ചാ. അതൊക്കെ മുത്തശ്ശി കണ്ട നിമിഷം വരുൺ പറഞ്ഞതൊന്നും തെറ്റല്ലെന്ന് എനിക്ക് ബോധ്യമായി. സത്യം പറഞ്ഞാല് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പോലും തോന്നാറില്ല എനിക്ക്. മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാൽ മതി അതിന് പകരമായിട്ട്. അതെ, സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. എനിക്കിവിടെ ജോലിയുണ്ട് നീന, ഞാൻ തന്നെ പിന്നെ വിളിച്ചോളാം. മുത്തശ്ശി, അത് എൻ്റെ ഒരു കൂട്ടുകാരി ദുബായിലാ, അവളാ വിളിച്ചത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, അപ്പൊ ഞാൻ അതൊക്കെ പറയുമായിരുന്നു. മുത്തശ്ശി എന്താ വന്നേ? ഏയ് ഒന്നുമില്ല മോളെ, മോള് പൊയ്ക്കോ. കൽപ്പന, ഇതാണോ നീ പറഞ്ഞേ? ഈ കുടുംബത്തെ കുറിച്ച് എത്ര അഭിമാനത്തോടെ ആ കുട്ടി പറഞ്ഞേ. ഇവിടെയുള്ള ഓരോരുത്തരെ കുറിച്ചും അവളുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടോ നീ? മുത്തശ്ശി, ഇതൊന്നും അല്ല അവള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മളെ കണ്ടതുകൊണ്ട് അവള് കരുതി കൂട്ടി മാറ്റി പറഞ്ഞതാ. മിണ്ടിപ്പോവരുത്. കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ഉർവശി, ഏത് കാര്യത്തിനും നീ അവക്ക് കൂട്ടു നിൽക്കുന്നത്. നീ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഞാൻ പരമേശ്വരനോട് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവരും ഇവിടുന്ന് ചിലപ്പോ ഇറങ്ങേണ്ടി വരും. കേട്ടല്ലോ? അവളെ വിമർശിക്കാനല്ല നടക്കേണ്ടത്. അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പഠിക്കാൻ നോക്കും, എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ നോക്കും. ചെറിയമ്മ, അവള് നിസ്സാരക്കാരിയല്ല. കക്കാനും നിക്കാനും ഒക്കെ ഉള്ള തന്ത്രം അവൾക്കറിയാം. എത്രയും പെട്ടെന്ന് നമ്മൾ പൂട്ടിയേ പറ്റൂ. അതെ, എനിക്കുള്ള വാണിംഗ് അമ്മ തന്നു കഴിഞ്ഞു. ഇവിടുന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൽപ്പന എന്താന്ന് വെച്ചാ ചെയ്തു. ചെയ്യും, ഒന്നും വിട്ടുകൊടുക്കില്ല ഞാൻ. ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ. ശരിക്കു പറഞ്ഞ കണിമംഗലത്ത് നമുക്ക് 2 പേർക്കും ഒരേ അവകാശമല്ലേ ഏട്ടത്തി? പിന്നെന്തിനാ എന്നെ ചെറുതാക്കി കാണിക്കാൻ ഏട്ടത്തിക്ക് ഇത്ര നിർബന്ധം? എന്നോട് മത്സരിക്കാൻ ഇറങ്ങിയ ഏട്ടത്തി കുറച്ച് ബുദ്ധിമുട്ടും. ഇതുവരെ കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട.
ഉറക്കത്തെ പോലും എന്റെ മോള് കരയോ, ഒരുക്കി തീരുവ. അർഹതപ്പെട്ടതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോ അമ്മയും കൂടെ അതിന് കാവല് നിന്നു. ഓർക്കാൻ വയ്യാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അമ്മയോട് പൊറുക്കണേ മോളെ. പ്രായശ്ചിത്തം ചെയ്യാന്ന് വെച്ചാലും പറ്റില്ലല്ലോ കുട്ടി. പരിഹാരമില്ലാത്ത കാര്യല്ലേ എല്ലാരും കൂടി ചെയ്യിച്ചത്. നിന്റെ ദുഃഖം ശാപമായിട്ട് അമ്മയുടെ തലയിൽ വീഴ. ലോകത്ത് ഒരമ്മയും മോളോട് ചെയ്യാത്ത ക്രൂരതയാ ഞാൻ നിന്നോട് കാണിച്ചത്. ഞാൻ പറയണായിരുന്നു അവരോട്, നിന്റെ താലി ഞാൻ സംരക്ഷിക്കണമായിരുന്നു. മാപ്പ്, അമ്മയ്ക്ക് മാപ്പ് താ മോളെ. ഒഴിച്ചെടുക്കണ ഈ താലി. അമ്മ എന്താ ഈ കാണിക്കുന്നേ? പൂജാമുറിന്ന് സിന്ദൂരം എടുത്ത് നെറ്റിയിലിട്ടിരിക്കുന്നു ഈ തൊന്തെന്തുള്ള ഇല്ലാത്തവള്. എന്താ അത്? യശോദേ, 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 മോളെ. അയ്യോ അമ്മേ, അമ്മേ, എന്താ അമ്മേ, എന്താ അമ്മേ? എഴുന്നേക്ക്. അമ്മേ, യശോദേ, എഴുന്നേക്ക്.